രക്തേശ്വരി ബീച്ചാണെന്നാണ് തോന്നുന്നത്. ഈ ബീച്ചിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല. രക്തേശ്വരി ബീച്ചാണെന്നാണ് തോന്നുന്നത്. എന്തായാലും കുഴിപ്പള്ളി ബീച്ചൊക്കെ ഇതിൻ്റെ അപ്പുറത്തെ റൈറ്റ് സൈഡിൽ അങ്ങോട്ട് പോകണം. കുഴിപ്പള്ളി ബീച്ച്, ഇപ്പം രക്തേശ്വരി ബീച്ച് അങ്ങനെ എന്താണ് അറിയപ്പെടുന്നത്. അപ്പോൾ മനോഹരമായൊരു ബീച്ചാണ്, അത്യാവശ്യം നല്ല നീളത്തിൽ ഉണ്ട്. പക്ഷെ ഇവിടെ മനോഹരമായ മറ്റു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതൊക്കെ തന്നെയാണ്. അല്ല ഓക്കെ, മനോഹരമായ കാഴ്ചയല്ലത്. അല്ല, നമ്മളിവിടെ പ്രകൃതി ഷൂട്ട് ചെയ്യാൻ വരുന്നതാണ്. പക്ഷെ ഈ കാണുന്നതെല്ലാം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം, അത്ര നമുക്ക് പറയാനുള്ളൂ. ഒരാൾ ചെയ്താൽ മതി. ലക്ഷക്കണക്കിന് പേര് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലക്ഷങ്ങളുടെ വേസ്റ്റാവും. നമ്മൾ തന്നെ നശിപ്പിക്കുന്നു നമ്മുടെ ഈ രാജ്യം, ഈ ഭാരതം നമ്മൾ തന്നെ വൃത്തികേടാക്കിയിട്ട് നമ്മൾ കിടന്ന് പരിതപിച്ചിട്ട് കാര്യമില്ലല്ലോ. വരുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്ന ചെരുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡാമേജ് ആയാൽ തിരിച്ച് കൊണ്ടുപോകാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. അത് മനസ്സിലാക്കി വയ്ക്കാം. അടുത്ത തലമുറയ്ക്കും കൂടി ഇവിടെ വരാനും ഒക്കെ ഉള്ളതാണ്. അപ്പം നിങ്ങൾ അടുത്ത തലമുറ നെ കുറിച്ചുകൂടി ചിന്തിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ഈ തീരത്തിന് ഈ അറ്റം മുതൽ അറ്റം വരെ ഇത് തന്നെ ഉണ്ട കാഴ്ച. ഈ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ വേസ്റ്റും റൈറ്റ് സൈഡിൽ മനോഹരമായ ഒരു ബീച്ചും. പക്ഷെ ഇതൊക്കെ വളരെ മോശമായ ഒരു പ്രവണതയായിട്ടേ നമ്മൾ പറയുള്ളൂ കേട്ടോ. ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് കുറേയൊക്കെ. അവരാണെങ്കിൽ കയ്യും കെട്ടിയിരിക്കുകയാണ്. ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നും പറയുന്നുണ്ട്. പക്ഷേ ഗോഡ്സ് ഓൺ കൺട്രി ആണോ അതോ വെറും കൺട്രികളുടെ രാജ്യം നാടാണോ എന്നുള്ളത് ഒരു പിടിയും കിട്ടണില്ല. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകാൻ പറ്റുമെന്നറിയില്ല, രക്ഷയില്ലാന്ന് തോന്നുന്നു. ഇത് ബീച്ചാണെന്നൊന്നും അറിയില്ല, എന്താ ഷൂട്ടിങ് കടങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ചൂളമല കാടുകൾക്കിടയിലൂടെ ബീച്ചിന് സൈഡിൽ ലെഫ്റ്റ് സൈഡ് ബീച്ചാണ്. ഇത് പേര് പൊങ്ങിക്കണോണ്ടേ വലിയ ഡേഞ്ചറസാ. കമ്പി പിടിഞ്ഞ പണിപാട്. നമ്മൾ പതിയെ അങ്ങനെ മലയിലൂടെ ഇങ്ങനെ പോകാം. മരത്തിന് തട്ടാണ് തൊട്ടടുത്ത് കൂടിയാ പോകണം.
പാട്ടൊക്കെ വേര് പൊങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാം. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാം. ഇപ്പം തന്നെ ഏകദേശം 2:30 കാണും. ബീച്ചാണ്, 2:30 കാണും. അപ്പോൾ ഓക്കെ. സാനിറ്റൈസർ ചെയ്തിട്ടില്ലേ നമ്മൾ ഇതൊക്കെ കഴിക്കാൻ പോകുന്ന ബിസ്ക്കറ്റാണ്. ഇത് ചെറിയൊരു ട്രിപ്പാണ്. അവിടെ പിന്നെ കാര്യമുള്ള ഭക്ഷണമൊന്നും കൊടുക്കില്ല, മേടിച്ച് വെച്ചാണ്. പക്ഷെ ഇന്ന് മഴ ഉണ്ടാവുമെന്ന് കരുതിയത്. മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചെങ്കിലും മഴ പെയ്തിട്ടില്ല. ഈ രാത്രി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സൈക്കിളിന് കുറച്ച് ക്യാരിയറുകൾ സെറ്റ് ചെയ്യാറുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. എന്നാലും നമുക്ക് പല സാധനങ്ങളും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ദൂരെ പോകുന്നുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു ഫീല്, അല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് പോകാനാണ് താല്പര്യം. എന്നാലും പിന്നെ നമ്മൾ ടൈമിങ്ങിന് എത്തില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം അത് പകുതിയായിട്ടുണ്ട്. കാരിയർ ഏകദേശം സെറ്റായി. ഇനിയിപ്പോൾ അതിന് കുറച്ച് ബാഗുകൾ തയ്യാറാക്കണം. വെള്ള ബാഗ് പോരാ, ബാഗ് തയ്യാറാക്കണം. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് വേണം പുറത്തേക്ക് പോകാൻ. പിന്നെ മഴയ്ക്കൊക്കെ ഉള്ള സിസ്റ്റംസൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. അപ്പം അതുകൊണ്ടാണ് ദൂര പ്രദേശങ്ങളിലേക്കൊന്നും പോകാത്തത്. തൊട്ടടുത്ത് പോണതിൻ്റെ കാര്യം തന്നെ. വേണ്ട ബിസ്ക്കറ്റിൻ്റെ മണാടി ചൂടി എടുത്തപ്പോൾ എന്തൊക്കെയാണ് ദൂരെ നിന്ന് ഓടി വന്നാണ്. അണ്ണനും കൊടുത്തേക്കാം അല്ലേ? തരാടാ, അവിടെ നിന്ന് അവിടെ വെയിറ്റ് വെയിറ്റ് സിറ്റ് വെയിറ്റ്. തരാം കൊടുത്തേക്കാം. ഓ, അവിടെ നിന്ന് ഇവിടം വരെ മണം പിടിച്ച് വന്നാണ്. അവന് ഇരിപ്പുണ്ടോ? അവിടെ ഇരുന്നവൻ ബിസ്ക്കറ്റിൻ്റെ മണം അടിച്ചിട്ട് വന്നവൻ. അതിന് 2 കൊടുത്തേക്കാം അല്ലേ? 2 കൊടുത്തേക്കാം. അങ്ങോട്ട് പോക്കട്ടാ, അവിടെ നീങ്ങി ഒറ്റയടിക്കാനോ അതാക്കിയല്ല. ഞാനോ എന്നാ ഒരു മണി എടുത്തോ. കഴിഞ്ഞു കേട്ടാ. ടാറ്റാ. അനാവശ്യമുള്ളതുണ്ട്. ഇനി നാളെ വരാം കേട്ടാ. ടാറ്റാ. ബെൽറ്റൊക്കെ ഉണ്ടവന്, ആരോ വളർത്തണാണ്. അയ്യോ കാണുന്നില്ല എന്നുള്ള. ശരിടാ. അവനിനി ഇങ്ങനെയൊന്നും പോകില്ല, എൻ്റെ പുറകിൽ തന്നെ ആയിരിക്കും. പോയിക്കോ. അവന് ഈ ഇരിക്കണം. ഇനി നാളെ. അപ്പം ഇവൻ വിട്ടുപോകാനുള്ള പദ്ധതിയൊന്നുമില്ല. ബിസ്ക്കറ്റ് കൂടി അതിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കണം ആശാൻ. കുഴപ്പമില്ല, പാവം, നല്ല അനുസരണമുള്ളവനാണ്. എടാ, എന്താ വേണ്ട എനിക്ക്? ഒരപടി വേണോ?
അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ട് പോലും വർക്ക് അനങ്ങണില്ല. ഉണ്ടോ അവിടെയുള്ള അവന് കിട്ടിയത് കൊണ്ട് കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെ ഇരിക്കുക. അവനിഞ്ഞി ഞങ്ങളെ മറക്കൂല. എന്തൊക്കെ കിട്ടണ്ട അവന്, അതൊക്കെ നക്കിയെടുക്കുകയാണ്. പൊടിയൊക്കെ ഇരിക്കും. ചെറിയ സീരിയലാണോ അറിയില്ല, സീരിയലിലൊക്കെ പോലെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. എന്തായാലും നല്ല തിരയുണ്ട്. ഏത് ബീച്ചാണെന്നറിയില്ല. രക്തേശ്വരി ബീച്ചാണെന്ന് തോന്നുന്നു. രക്തേശ്വരി ബീച്ച്. ഇപ്പം നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇപ്പം തന്നെ മഴ ഉറപ്പാണ്. റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്.